ഡേറ്റാ സയൻസിലും മെഷീൻ ലേണിങ്ങിലും ഉപയോഗിക്കുന്ന മിൻമാക്സ് സ്കെയിലിംഗ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻറ്റ്യൂഷനും എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള ഐഡിയ. സപ്പോസ് നമുക്ക് ഇതുപോലൊരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് പല വിധത്തിലുള്ള കോളംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഏജ് എന്ന് പറയുന്നൊരു കോളം കൊടുത്തിരിക്കുന്നു. അതുപോലെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ചില കോളം, അതായത് ചില ഫീച്ചർ എന്ന് പറയുന്നത് ചെറിയ മാഗ്നിറ്റ്യൂഡുള്ള ഫീച്ചറും അല്ലെങ്കിൽ കോളവും, ചിലത് വലിയ മാഗ്നിറ്റ്യൂഡിൽ പോകുന്ന കോളംസും ഉണ്ട്. ഉദാഹരണത്തിന് ഏജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കൊരു 0 ഇയർ തൊട്ട് മാക്സിമം പോയാൽ 100 ഇയർ വരെയോ അല്ലെങ്കിൽ 90-95 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് ഇൻകം എന്ന് പറയുന്ന കോളം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ വാല്യൂ തൊട്ട് എത്ര വലിയ വാല്യൂ വരെ വേണമെങ്കിലും പോകാം. അതിനൊരു പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഇന്ന ഫിക്സഡ് റേഞ്ചിൽ വരാവുള്ളൂ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും സ്ട്രെങ്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഏജിനെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ ഹൈ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കോളംസ് നമ്മൾ ഡേറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് ടാസ്കിന് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മന്ത്ലി ഇൻകം എന്ന് പറയുന്ന കോളത്തിന് കൂടുതലായിട്ടുള്ളൊരു വെയിറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈവൻ ദോ ഒരുപക്ഷെ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുക മന്ത്ലി ഇൻകം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കോളത്തിനും ഒരു ഫെയർ ചാൻസ് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം ആണ് നമ്മൾ സ്കെയിലിങ്ങിൽ ഒഴിവാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഡേറ്റയിൽ പല കോളംസ് ഉണ്ട്. പക്ഷേ അതിൽ സ്ട്രെങ്ത് കൂടിയതും കുറഞ്ഞതുമുണ്ട്. സ്ട്രെങ്ത് കൂടിയതിന് ഇൻഹറൻ്റ്ലി ഒരു പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ്. അത് നമുക്ക് പലപ്പോഴും ഡിസൈറബിൾ അല്ല. കാരണം നമുക്ക് എല്ലാത്തിനെയും നോർമലൈസ് ചെയ്ത് ഒരേ ലെവലിൽ കൊണ്ടുവന്ന ശേഷം വേണം ഇതിലേതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ടാസ്കിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇത് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് റണ്ണിങ് റേസ് ഒക്കെ വെക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കർവ്ഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നല്ല തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു കർവ്ഡ് സർഫസ് കാരണം അതിൻ്റെ ഒരു സർക്കംഫറൻസ് ഡിഫറൻസ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി പലരെയും പല ലെവലിലാണ് ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെ ഒരു നോർമലൈസിങ് ഓപ്പറേഷനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മിൻമാക്സ് സ്കെയിലിംഗ് എന്താണ്? സോ സപ്പോസ് നമുക്ക് ഈ രണ്ട് കോളത്തെയും നമ്മൾ മിൻമാക്സ് സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം ഏജ് എന്ന് പറയുന്ന കോളത്തിന് നമ്മൾ മിൻമാക്സ് സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 0, 0.18, 0.84, 1 എന്നുള്ള രീതിയിൽ കിട്ടി. അതുപോലെ മന്ത്ലി ഇൻകവും ഇതുപോലെ തന്നെ ഒരു 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടി. സോ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? മിൻമാക്സ് സ്കെയിലിംഗ് ശരിക്കും പറഞ്ഞാൽ ഓരോ ഫീച്ചറിനെയും 0ക്കും 1നും ഇടയിലുള്ള ഓരോ നമ്പറായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, വിത്തൗട്ട് ഇൻഫർമേഷൻ ലോസ് ഇല്ലാതെ തന്നെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുതെ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, ഇൻഫർമേഷൻ ലോസ് ഇല്ലാതെ ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന 0ക്കും 1നും ഇടയിലോട്ട് ഓരോ നമ്പറിനെയും മാപ്പ് ചെയ്യുന്നു. അതാത് കോളത്തിൻ്റെ ഓരോ നമ്പറിനെയും മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ എനിക്ക് ഏറ്റവും മിനിമം വാല്യൂ ആയിട്ട് വന്നത് 25 എന്ന് പറയുന്ന നമ്പറാണ്. അതിന് കൊറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മാപ്പായിട്ടുള്ളത് 0 എന്ന് പറയുന്ന നമ്പറിലോട്ടാണ്. അതുപോലെ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ എനിക്ക് ഏറ്റവും മാക്സിമം വന്നത് 36 എന്ന് പറയുന്ന നമ്പറാണ്. അതിന് കൊറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് 1 എന്ന് പറയുന്ന നമ്പറാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് സിമിലർ പാറ്റേൺ തന്നെ നമുക്ക് മന്ത്ലി ഇൻകത്തിലും കാണാൻ പറ്റും. മന്ത്ലി ഇൻകത്തിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വന്നത് 28,000 ആണ്. അത് 0യിലോട്ടും ഏറ്റവും ഹയസ്റ്റ് വന്നത് 62,000 ആണ്. അത് 1ലോട്ടും മാപ്പായിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന വാല്യൂസ് 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള 0.2യിലോട്ടും 0.35യിലോട്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെയാണ് ഇതിന് മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് പറയാൻ കാരണം ഏറ്റവും മിനിമം വാല്യൂ, ആ പർട്ടിക്കുലർ കോളത്തിലെ ഏറ്റവും മിനിമം വാല്യൂ 0 എന്ന് പറയുന്ന നമ്പറിലോട്ടും, ആ പർട്ടിക്കുലർ കോളത്തിലെ ഒരു പർട്ടിക്കുലർ കോളം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ 1 എന്ന് പറയുന്ന നമ്പറിലോട്ടും മാപ്പാവും. അതുകൊണ്ട് തന്നെ ഈ മാപ്പിംഗ് പ്രോസസ്സിന് ശേഷം അല്ലെങ്കിൽ സ്കെയിലിംഗ് പ്രോസസ്സിന് ശേഷം നോക്കിയാൽ ഏജ് എന്ന് പറയുന്ന കോളത്തിൻ്റെയും മന്ത്ലി ഇൻകം എന്ന് പറയുന്ന കോളത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ റേഞ്ചിലാണ്. അതായത് 0ക്കും 1നും ഇടയിലാണ്.
അതുകൊണ്ട് തന്നെ ആ നോർമലൈസേഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. സോ ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും മിൻ മാക്സ് സ്കെയിലിംഗ് അച്ചീവ് ചെയ്യുന്നത്? സപ്പോസ് നമുക്ക് ഈ ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പല കോഴ്സുകളും അതിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണവുമാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ ഗ്രാഫിക്കലായിട്ടും ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ബാർ ഗ്രാഫ് വെച്ചിട്ട്. സോ സിക്ക് 20, C++ന് 15, ജാവയ്ക്ക് 30, പൈത്തണിന് 35, ഇങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം ഉള്ളത്. സോ ഇതിനെ 0ക്കും 1ലോട്ടും ഇടയിലോട്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പർ വെച്ച് ഓരോ വാല്യൂവിനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് 20/35, 15/35, 30/35, 35/35 അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിന് 1 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഗ്രാഫായിട്ട് വരച്ചാൽ നമുക്കിത് 0ക്കും 1നും ഇടയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നെഗറ്റീവ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന നമ്പർ മാറ്റി ഞാനിതൊരു -20 നമ്പറാക്കി. ബാക്കിയെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. -15, 30, 35 ഈ നമ്പേഴ്സ് എല്ലാം. സോ ഇതിനെ നമ്മൾ വെറുതെ ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ആയ 35 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ നമ്പേഴ്സ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് നമ്പറായിട്ട് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് 0ക്കും 1നും ഇടയിലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതിനെന്താണ് സൊല്യൂഷൻ? സോ ഈ ഒരു പ്രശ്നം കൂടെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ അപ്പോഴും നമുക്ക് 0ക്കും 1നും ഇടയിലോട്ട് മാപ്പ് ചെയ്യണം. അതിനായിട്ട് മിൻമാക്സ് സ്കെയിലിംഗ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്പറിനെയും ഈ പറയുന്ന നമ്പേഴ്സിൽ വന്നിട്ടുള്ള ഏറ്റവും മിനിമം നമ്പർ വെച്ച് കുറയ്ക്കും. അതിനുശേഷം ഇതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പറും മിനിമം നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ പറയുന്ന ഇക്വേഷനാണ് മിൻമാക്സ് സ്കെയിലിങ്ങിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. എക്സിൽ നിന്നും എക്സിൽ വന്നിട്ടുള്ള ഏറ്റവും മിനിമം വാല്യൂ കുറച്ച ശേഷം ഈ പറയുന്ന ഡിഫറൻസിനെ ഏറ്റവും മാക്സിമം മൈനസ് മിനിമം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ഈ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ വന്നിട്ടുള്ളത് 25 ആണ്. അതുകൊണ്ട് തന്നെ 25 എന്ന് പറയുന്ന കോളത്തെ അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അതുപോലെ 27 - 25 2 കിട്ടും. 34 - 25 9 കിട്ടും. 36 - 25 11 കിട്ടും. ഇനി ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും മിനിമം വാല്യൂ 25ഉം മാക്സിമം വാല്യൂ 36ഉം ആണ്. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 11 കിട്ടും. സോ 11 വെച്ച് 11നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതായത് ഏറ്റവും മാക്സിമം വാല്യൂവിന് പകരമായിട്ട് നമുക്കിവിടെ 1 കിട്ടും. അതുപോലെ 0/11 ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 0 തന്നെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മിനിമം വാല്യൂ 0യും കിട്ടും. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസായിട്ട് മാറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു കൂൾ ഹാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അറിയാം, ഇവിടെ എക്സിന് പകരം എക്സ് മാക്സ് വന്നാൽ എക്സ് ഏറ്റവും മാക്സിമം വാല്യൂ വരുമ്പോൾ എന്താ ഈ ന്യൂമറേറ്റർ ഇക്വേഷൻ എന്താ സംഭവിക്കുക? ഇവിടെ എക്സിന് പകരം എക്സ് മാക്സ് ആയിരിക്കും വരിക. അതായത് എക്സ് മാക്സ് മൈനസ് എക്സ് മീൻ ഡിവൈഡഡ് ബൈ എക്സ് മാക്സ് മൈനസ് എക്സ് മീൻ വരും. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ടേംസ് വരും. അതായത് നമുക്കവിടെ 1 കിട്ടും. ഇനി നേരെ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാലോ, അതായത് എക്സിന് പകരം എക്സ് മിനിമം വരുന്ന സിനാരിയോ ആണെങ്കിലോ ഈ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും വരുന്നത്? എക്സ് മിനിമം മൈനസ് എക്സ് മിനിമം എന്ന് പറയും വരും. ഡിനോമിനേറ്ററിൽ എക്സ് മാക്സ് മൈനസ് എക്സ് മിനിമം എന്ന് പറഞ്ഞും വരും. പക്ഷേ നമുക്കറിയാം ന്യൂമറേറ്ററിൽ ഒരേ നമ്പേഴ്സിനെ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 0 ആയിരിക്കും കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ എന്ത് തന്നെ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടും. അതായത് എക്സ് മിനിമം ആകുമ്പോൾ ഔട്ട്പുട്ട് 0യും എക്സ് മാക്സിമം ആകുമ്പോൾ ഔട്ട്പുട്ട് 1ഉം അതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും 0ക്കും 1നും ഇടയിലുള്ളൊരു നമ്പറായിട്ടും ഈ ഒരു ഇക്വേഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് പൈത്തണിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നംപൈയിൽ നമുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് numpy.np.min എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് numpy.maximum np.max എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് വെക്ടറൈസ്ഡ് ഓപ്പറേഷൻസ് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ അറേ എന്ന് വിചാരിക്കുക. എക്സ് മൈനസ് np.min കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വാല്യൂയിൽ നിന്നും മിനിമം വാല്യൂ കുറയ്ക്കും. അത് ഞാനൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തിയ ശേഷം ആ ഡിഫറൻസ് വെച്ച് ഓരോ വാല്യൂവിനെയും
ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് മിൻ മാക്സ് സ്കെയിൽഡ് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് ഗ്രാഫിക്കലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ് മൈനസ് എക്സ് മിനിമം ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് ഒരു ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ വാല്യൂ 0 എന്ന് പറയുന്ന വാല്യൂവിലോട്ട് മൂവ് ചെയ്യുകയും അതിനുശേഷം, അതായത് ഗ്രാഫിനെ നമ്മൾ വെർട്ടിക്കലി ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് 0 നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന വാല്യൂവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, വെർട്ടിക്കലി ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കലി ഷ്രിങ്ക് ചെയ്ത് 0ക്കും 1നും ഇടയിലോട്ട് ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. അതായത് 1ന് മുകളിൽ പോകുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് 1ൻ്റെ ഉള്ളിലോട്ട് ആ സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ തന്നെ സ്കെയിലിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. സോ മിൻമാക്സ് സ്കെയിലിങ്ങിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനും ഇക്വേഷൻ റെപ്രസെൻറ്റേഷനും, ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ആ 0ക്കും 1നും ഇടയിലോട്ടും അതുപോലെ തന്നെ എക്സാക്ട് 0 വാല്യൂയിലോട്ടും എക്സാക്ട് 1 വാല്യൂയിലോട്ടും മിനിമം ആൻഡ് മാക്സിമം വരുമ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്കിതിലുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.